മിസ്റ്റർ ഭാസ്കരമേനോൻ? അതെ. ഞാൻ രാജൻ. വരൂ വരൂ വരൂ. വരൂ, ഇരിക്കൂ. താങ്ക് യു. രമ എവിടെ? വിളിപ്പിക്കാം. അപ്പൊ നേരെ രമയെ വിളിക്കൂ. രാവിലെയാണ് രമയെ കാണാനില്ലെന്ന് അറിഞ്ഞത്. ഞങ്ങൾ ആകെ പരിഭ്രമിച്ചു. അപ്പോഴേക്കും മിസ്റ്റർ രാജന്റെ ഫോൺ വന്നു. ചേട്ടാ, ഇന്നലെ ആരും എന്നെ കൊല്ലാൻ വന്നു. ഞാൻ രക്ഷപ്പെട്ട് ഓടിയതാ. ഓടുന്ന റോഡിലേക്കാണ് ചേട്ടനെ വിളിക്കായിരുന്നില്ല? ഞാൻ ചേട്ടനെ വിളിക്കാനാ ഓടി വന്നത്. പക്ഷേ ആ മുറിയുടെ മുന്നിൽ ആരോ നിൽക്കുന്നുണ്ടായിരുന്നു. നീ സ്വപ്നം കണ്ടതായിരിക്കും. അല്ല ചേട്ടാ, ഇത് സത്യമാണ്. പോട്ടെ, നമുക്ക് തർക്കിക്കണ്ട. വാ പോവാ. ഞാനിനി അങ്ങോട്ടില്ല. അവരെന്നെ കൊല്ലും. ഈ കുട്ടിക്ക് എന്തു പറ്റി? ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെന്ന് പറഞ്ഞിട്ടാ ഭവാനിനെ കൂട്ടുകിടത്തിയത്. രാവിലെ ഉണർന്നു നോക്കുമ്പോ കട്ടിലൊഴിഞ്ഞു കിടക്കുന്നു. അപ്പൊ അവരെങ്ങനെ അകത്ത് വന്നു? ആരും അകത്ത് വന്നിട്ടില്ല. വന്ന ഭവാനിനെ അറിയായിരിക്കോ? പക്ഷേ ഞാൻ കണ്ടതാണല്ലോ റോഡിലൂടെ ഈ കുട്ടി ഓടുന്നതും പുറകെ കുറെ പേർ ഓടി വരുന്നു. ആ സമയത്ത് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് റോഡിലൂടെ നടക്കുന്നത് കണ്ടാൽ ആരായാലും പിന്തുടരില്ലേ രാജൻ? ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കില്ലേ? സാരമില്ല, ഇനി ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. നീ വേഗം പോയി ഡ്രസ് മാറിയിട്ട് വരും. വസന്തി, വരൂ. മിസ്റ്റർ രാജൻ, പ്ലീസ്. മിസ്റ്റർ രാജൻ, കുട്ടിക്കാലത്ത് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ഒരു സ്വഭാവം രമയ്ക്കുണ്ടായിരുന്നു. അവൾ പഠിച്ചിരുന്ന സ്കൂൾ ഹോസ്റ്റലിലെ മേട്രൺ വരെ അത് കംപ്ലൈന്റ് ചെയ്താണ്. അത് സുഖമായതായിരുന്നു. പക്ഷേ ആ രോഗം രമയ്ക്ക് വീണ്ടും ഇപ്പോൾ വന്നിരിക്കുകയാണ്. പക്ഷേ ഉപദ്രവിക്കാൻ ആളുകൾ വരുന്നു എന്നത് വെറും തോന്നലാവാൻ ന്യായമില്ല. അവൾ അങ്ങനെയാണ്. പലതും സ്വയം മനസ്സിൽ സങ്കല്പിക്കും, എന്നിട്ടത് വാസ്തവമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം രാത്രി ഇതുപോലൊരു സംഭവം ഉണ്ടായി. ഒരാൾ അവളെ കൊല്ലാൻ വന്നുവെന്നും അയാളെ അവൾ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്നും പറഞ്ഞു. ഉടനെ ഞാൻ പോയി നോക്കി. മുറിയിൽ ആരും ഉണ്ടായിരുന്നില്ല. അവളെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണമെന്നാണ് ഞാൻ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ രാജൻ? ശരി, എന്നാ അങ്ങനെ ഓക്കെ. താങ്ക് യു. മിസ്റ്റർ രാജൻ, രമ വിവാഹപ്രായമായ ഒരു പെൺകുട്ടിയാണ്. അവളുടെ ജീവിതം തകരരുതല്ലോ. രാജൻ ഈ വിവരങ്ങളൊന്നും ആരോടും പറയരുത്. ഇല്ല മിസ്റ്റർ മേനോൻ, ഞാൻ ആരോടും പറയില്ല. താങ്ക് യു സോ മച്ച്. നോ മച്ച്. സുപ്രഭാതം. ആരായിരുന്നു അതിഥികൾ? താൻ ഈ ലോകത്ത് തന്നെയാണോ? പകുതി സമയം മറുപകുതിയിൽ കാവ്യദേവതയുടെ ചെറുവെള്ളേറി സ്വർഗത്തിലൂടെ വിഹരിക്കും. ഇവിടെ എന്തെല്ലാം നടക്കുന്നു? താൻ ഇത് വല്ലതും അറിയുന്നുണ്ടോ? എന്റെ ചിന്താഗതി പ്രകാരം അറിഞ്ഞിരിക്കേണ്ടത് അറിയുന്നവനും അറിയാൻ പാടില്ലാത്തത് അറിയാത്തവനുമാണ് മനുഷ്യൻ. മനസ്സിലായോ? വെറും വയറ്റിൽ ഈ ലാത്തിയടി കേട്ടോണ്ടിരിക്കാൻ വിഷമോ? കുറച്ച് കഴിഞ്ഞാവോ? എന്താ? പിന്നെ ഞാൻ ആരുമായി സല്ലപിക്കും? അപ്പൂ 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 അപ്പു പണ്ടാറടക്കം വരുന്നുണ്ട്. ഇതിന് മരണമില്ല. അപ്പൂ, നമുക്ക് സ്വല്പ നേരം സല്ലപിക്കാം. സല്ലപിക്ക് സാറ് കാര്യം ചെയ്യ്. കല്യാണം കഴിച്ചിട്ട് ഭാര്യയോടൊത്ത് സല്ലപിച്ചാൽ മതി. ഇന്ന് എനിക്ക് ശവനം അത്ര നല്ലല്ല, എനിക്ക് വേറെ ജോലിയുണ്ട്. താനിപ്പോഴും അന്ധവിശ്വാസങ്ങളുടെ ഭാണ്ഡവും പേര് നടക്കുകയാണ്. ഭാണ്ഡം പേര് നടക്കാൻ ഞാൻ എന്താ കഴുതി? കഴുതയെ ഒരു നികൃഷ്ട ജീവിയായി കണക്കാക്കരുത്. ഇല്ല, കണക്കാക്കുന്നില്ല. രണ്ടൊരു ജാതിയാണല്ലോ. ജാതിമത ഭേദമന്യേ അന്യരുടെ അഴുക്കും ഭാണ്ഡങ്ങൾ ചുമക്കുന്നവനാണ് കഴുത. എന്റെ പൊന്നു സാറൊന്നും ഉണ്ടായിരിക്കേ. പ്രപഞ്ചത്തിന്റെ ജീവനാടിയാണ് കഴുത. അല്ലിറാണി പ്രഭയാണ് കഴുത. വലിയ സങ്കടമല്ലോ സാറേ. കഴുതേ കോവർ കഴുതേ കഴുമരമേറി വാ കഴുതേ. ഇടയ്ക്കിടയ്ക്ക് തലവേനുണ്ടാകാറുണ്ടല്ലേ? ഇടയ്ക്കിടയ്ക്ക് തലവേനുണ്ടാകാറുണ്ടല്ലേ? ഇല്ല. ഉണ്ടാകണമെന്നില്ല. ദിവാസ്വപ്നങ്ങൾ കാണാറുണ്ടോ? ലൈക്ക് സ്വപ്നാടനം? കാണാറില്ല. കാണണമെന്നില്ല. ഭീകരത നിറഞ്ഞ പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ? ഇല്ല. ഇല്ല, വായിക്കണമെന്നില്ല. ഏകാന്തത ഇഷ്ടമാണല്ലേ? അല്ല. ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. മറവി ഉണ്ടാകാറുണ്ടല്ലേ? ഇല്ല.
ഉണ്ടാകണമെന്നില്ല. തലച്ചോറിന്റെ പ്രവർത്തനം ഒരു ഭീകരത രീതിയിലാണ്. I will make it all right. സാരമില്ല, take it easy. ചേട്ടാ, എനിക്കൊരു അസുഖമില്ല. ഇതാണ് കൃത്യമായ രോഗലക്ഷണം. ഇപ്പൊ ഈ മരുന്ന് കൊടുക്ക്, പിന്നെ 15 ദിവസം കഴിഞ്ഞ് തിരിച്ചു വിട്ടുവാ. Take it easy. She can sleep very well. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇനി അവൾ ഉറങ്ങട്ടെ. ആകർഷണീയമായ ഭൂവിഭാഗം. ഈ ചെടികൾക്കെല്ലാം ദിവസവും വളമിട്ട് വെള്ളം ഒഴിക്കും. 1 മാസത്തിനുള്ളിൽ നമുക്കിവിടെ മനോഹരമായ ഒരു പൂന്തോട്ടം ഉണ്ടാകും. പിന്നെ പനിനീർ പൂവിന്റെ സുഗന്ധം ആസ്വദിച്ച് തീരക്കാടുകളുടെ സംഗീതം ശ്രവിച്ച് മനോഹരമായ ഈ പശ്ചാത്തലത്തെ കുറിച്ച് എനിക്കൊരു കവിത എഴുതണം. ഞാനിവിടെ സ്ഥിരതാമസമാകുമ്പോ നീയും കൂടെ പോന്നു. ഈ ബംഗ്ലാവിന്റെ ഒരു വശം മുഴുവൻ നിനക്കായിട്ട് വിട്ടു തന്നേക്കാം. ഒരു ഹിപ്പോക്രാക്കാവൻ എന്നെ കിട്ടില്ല. ബംഗ്ലാവിൽ ഇരുന്ന് എഴുതുന്ന കവിതയുടെ മണം ബംഗ്ലാവിൻ്റെത് മാത്രമാണ്. എനിക്ക് വേണ്ട മണം മണ്ണിൻ്റെതാണ്. എന്നാൽ ആ കുന്നിൻ ചെരുവിൽ നിനക്കായിട്ടൊരു പർണശാല ഞാനങ്ങ് പണിയിച്ചു തരാം. ഗുഡ്. വിശ്വസാഹിത്യത്തിലെ സ്വർണ്ണമുദ്രയാകേണ്ട കവിത ഒരു പക്ഷേ ഞാൻ ഇവിടെ ഇരുന്നായിരിക്കും എഴുതുക. ആർക്കറിയാം. എന്നാൽ അത് നടക്കട്ടെ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. കളഞ്ഞു അതിന്റെ മനോഹാരിത. തോട്ടക്കാരാ, ചെടികൾ ചട്ടികളിൽ വളരരുത്. വേലിക്കെട്ടുകളില്ലാത്ത സ്വതന്ത്രമായ ഒരു ലോകത്ത് വളരാൻ നാം ഇവയെ അനുവദിക്കുക. അതെങ്ങനെയാ സാറേ? ഞാൻ കാണിച്ചു തരാം. മാറിക്ക്. രചനയ്ക്ക് കൂട്ടിൽ എനിക്ക് ആരും വേണ്ട. സർഗശക്തിയുടെ പ്രകടമായ രൂപം ഞാൻ കാണിക്കാം. മണ്ണിൽ ഞാൻ കവിത രചിക്കും. മണ്ണേ. ആരാ? കുഞ്ഞിനോടൊരു കാര്യം പറയണമെന്ന് കുറച്ച് ദിവസമായി ഞാൻ വിചാരിക്കുന്നു. എന്താ? കുഞ്ഞിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ. ഈ വീട്ടിൽ താമസിക്കുന്നത് കുഞ്ഞിന് ആപത്താ. ഞാൻ പിന്നെ എങ്ങോട്ട് പോകും? എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടോളൂ. നിങ്ങളുടെ അച്ഛന്റെ കാലം മുതലേ ഞാനിവിടെ ഉള്ളതാ. കുഞ്ഞും ചേട്ടനും തമ്മിൽ എനിക്ക് ഒരു വ്യത്യാസമില്ല. പക്ഷെ അറിയാവുന്ന കാര്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കുഞ്ഞിന്റെ അച്ഛൻ മരിക്കുമ്പോ ലക്ഷക്കണക്കിനുള്ള സ്വത്തുക്കൾ നിങ്ങളുടെ രണ്ടുപേരുടെയും പേരിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. കുഞ്ഞ് മരിച്ചാൽ ആ സ്വത്തിന്റെ എല്ലാം അവകാശം ചേട്ടനായിത്തീരും. ബാക്കി കാര്യം ഞാൻ പറയേണ്ടല്ലോ. ഈശ്വരാ,
എന്റെ ചേട്ടൻ എന്നെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പണത്തിനുള്ള ആഗ്രഹം മനുഷ്യനെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കും കുട്ടി. ഈ എസ്റ്റേറ്റുള്ള ആരും മേനോന്റെ വാക്ക് വിട്ട് നടക്കില്ല, ഈ ഞാൻ ഉൾപ്പെടെ. വാസന്തിയമ്മയുടെ അനിയത്തിയുടെ കല്യാണത്തിന് നാളെ ചേട്ടനും ചേട്ടത്തിയും പോവും. കുഞ്ഞിനെയും വിളിക്കും. കുഞ്ഞ് കൂടെ പോയാൽ മടങ്ങി വന്നു എന്ന് വരില്ല. ഞാൻ പറയേണ്ടത് പറഞ്ഞു, ഇനി സൂക്ഷിക്കേണ്ടത് കുഞ്ഞാ പറഞ്ഞിട്ട്. ഞാൻ പിന്നെ വരാം സാർ. ചേട്ടാ, അയാളെയാണ് അന്ന് നീ റോഡിൽ വെച്ച് കണ്ടത്. അയാളെയാണ് ഞാനിന്ന് മുറിയിൽ പൂട്ടിയിട്ടത്. രമേ, എന്ത് മണ്ടത്തരമാണ് പറയുന്നത്? അയാൾ വളരെ കാലമായി നമ്മുടെ എസ്റ്റേറ്റിൽ ഒരു ജോലിക്കാരനാണ്. ശരിയായിരിക്കും ചേട്ടാ, പക്ഷേ ഞാൻ നോക്കിയപ്പോൾ അയാൾ മുഖം തിരിച്ചത് കണ്ടില്ലേ? കണ്ടോ, ഇതാണ് എനിക്ക് പിടിക്കാത്തത്. അയാളെപ്പോലെ വിശ്വസ്തനായ ഒരു ജോലിക്കാരനെ കിട്ടാൻ തന്നെ പ്രയാസമാണ്. ചേട്ടത്തി, നിന്റെ ബുദ്ധിക്ക് എന്തോ കാര്യമായ തകരാറ് പറ്റിയിട്ടുണ്ട്. രമേ, നീ മരുന്നുകളൊക്കെ കൃത്യസമയത്ത് തന്നെ കഴിക്കുന്നുണ്ടോ? ആ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. രമേ, അടുത്ത ആഴ്ച വാസന്തിയുടെ അനിയത്തിയുടെ കല്യാണമാണ്. കല്യാണം ഭംഗിയായി നടത്തി കൊടുക്കാനുള്ള ചുമതല ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്ക് നാളെ തന്നെ പുറപ്പെടണം. ഞാൻ വരുന്നില്ല ചേട്ടാ. അതെന്താ? ഒന്നുമില്ല. ഓ, എന്റെ വീട്ടിലേക്ക് വരാൻ കുറച്ചിലായിരിക്കും. നീ ഇവിടെ ഉണ്ടായിട്ട് കല്യാണത്തിന് വരാതിരുന്നാൽ അത് തെറ്റല്ലേ രമേ? ചേട്ടനും ചേട്ടത്തിയും പോയാൽ മതി. അതാരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒറ്റയ്ക്ക് നീ ഇവിടെ എങ്ങനെ കഴിയും? ശേഖരപിള്ളയും ഭവാനിയമ്മയൊക്കെ ഉണ്ടല്ലോ. കല്യാണം കഴിഞ്ഞാലും ഞാൻ വരാൻ അല്പം താമസിച്ചേക്കും. എനിക്ക് ആ റബ്ബർ എസ്റ്റേറ്റിന്റെ കാര്യം ഒന്ന് അന്വേഷിക്കണം. സാധിച്ചാൽ അത് വാങ്ങാനുള്ള ഏർപ്പാട് ചെയ്തിട്ടേ ഞാൻ വരൂ. സാരമില്ല, എന്തായാലും ഞാൻ വരുന്നില്ല. സുപ്രഭാതം. ഗുഡ് മോർണിംഗ്. ഇതാണ് ഞാൻ പറഞ്ഞ ദിക് വിജയം. ദിനകരൻ. അതെ, ഇരിക്കൂ. ഇരുന്ന വെരി ഗ്ലാഡ് ടു മീറ്റ് യു. എന്റെ കവിതാസാഗരത്തിൽ ആറാടാറുണ്ട്. സംഗതി മനസ്സിലായില്ലേ? വട്ട. യെസ്, ഇത് തുടക്കമാണ്. അതെ, ഐ വിൽ മേക്ക് ഇറ്റ് ഓൾ റൈറ്റ്. ഡോക്ടർ, അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ എന്റെ ഇടയ്ക്ക് ഇങ്ങനെ മണ്ണിന്റെ മണമുള്ള കവിതകൾ. മണ്ണ് എന്റെ ജീവനാണ്. വട്ട. മണ്ണിൽ പിറന്നു ഞാൻ, മണ്ണിൽ വളർന്നു ഞാൻ, മണ്ണായി മാറി ഞാൻ, മൺപാത്രമായി ഞാൻ. കൂടെ നടന്ന് ഞാൻ കോശവും എഴി. എഴിച്ചല്ല ഇവിടെ. എന്നിട്ട് സംശയമുണ്ടെങ്കിൽ ചോദിക്കൂ ആരാധക. സ്വപ്നങ്ങൾ കാണാറുണ്ടോ? സ്വപ്നങ്ങളാണ് എന്റെ സ്വത്ത്, സ്വത്താണ് എന്റെ സ്വപ്നം. വാട്ട് എ ബ്യൂട്ടിഫുൾ ഫിലോസഫി. ഷോക്ക് ട്രീറ്റ്മെന്റ് ഇമ്മീഡിയറ്റ്ലി. അപ്പോ ആ പറഞ്ഞ ഇംഗ്ലീഷിന്റെ അർത്ഥം എന്താണ്? കവിസാറിന്റെ കവിതകളെല്ലാം ബുക്കാക്കാം എന്ന് പറയുന്നു സാർ. അതെ, ശരി. ആക്കാൻ ഷോർട്ട് ട്രീറ്റ്മെന്റ് അല്ല, വെടി വെച്ചാലും ഭഗവാൻ ഇതിന്റെ ഭ്രാന്ത് മാറും തോന്നുന്നില്ല. അപ്പു ഇപ്പൊ പറഞ്ഞ മലയാളത്തിന്റെ അർത്ഥം എന്താണ്? മലയാളത്തിന്റെ അർത്ഥം ബുക്കാക്കാം. അതിന് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഓഹോ, യെസ്. എന്റെ പൊന്നു ഡോക്ടറെ, എനിക്ക് ഇതുവരെ അവന്മാരുടെ ശല്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതും രാത്രിയിൽ. സഹിക്കാം. ഇത് രാത്രിയും പകലും ഒരുപോലെ. എന്താ എന്റെ ഡോക്ടർ, ഇതിന് എന്തെങ്കിലും പരിഹാര മാർഗം ഉണ്ടായി തരണം. യെസ്, ഐ വിൽ ട്രൈ. ഈ കവിതാസാഗരത്തിൽപ്പെട്ട് ഞാൻ മരിക്കാറായി. എന്നെ ഒന്ന് കരകയറ്റണം. ഐ മീൻ യു ആർ കരകണക്കടൽ. രണ്ടിനും വട്ടാണല്ലോ ഈശ്വര. എനിക്കും വട്ടാവോ? കരകാണക്കടലേ കടലേ. പാടിക്കൊണ്ടേയിരിക്കും എന്റെ എന്തിനകര കവി. കരകാണക്കടലേ നിലക്കടലേ അറബിക്കടലേ.
കരയുന്ന മക്കളെ കടലിന്റെ മക്കളെ കടലിന്റെ മക്കളെ കരയുന്ന മക്കളെ കടലിന്റെ മക്കളെ കടലിന്റെ മക്കളെ വരുന്ന മക്കളെ കടലിന്റെ മക്കളെ കടലിന്റെ മക്കളെ ഈശ്വര രണ്ടിന് പാട്ടാണോ എനിക്ക് പാട്ടായോ ശരവിള്ളേ, ഞങ്ങൾ പുറപ്പെടുകയാണ്. വരാൻ അല്പം താമസിച്ചേക്കും. പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. റോബർട്ട്, അത്യാവശ്യം എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ എന്റെ അഡ്രസ് കയ്യിലുണ്ടല്ലോ. എന്നാ ചെലവിന് ഇത് വെച്ചോ. ആ, രമയെ കണ്ടില്ലല്ലോ. അവളെവിടെ? രമേ, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ശേഖരപിള്ളയെയും ഭവാനിയമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട്. രമയെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. രമ വന്നില്ലെങ്കിലും എന്റെ അനുജത്തിയുടെ കല്യാണം നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ. പോയിട്ട് വരാം. യക്ഷികൾക്കാശ്രയം നൽകും യക്ഷന്റെ കക്ഷിതൻ യക്ഷന്റെ കക്ഷിതൻ യക്ഷന്റെ കക്ഷിതൻ കൽപ്പര കക്ഷികൾ അത് പറ്റില്ല. എന്നാ പക്ഷി മൃഗാദികൾ എൻ കക്ഷികൾ അതും പറ്റില്ല. എന്താ സാറേ? അപ്പുവോ? എന്താ കവിത വരണില്ല അപ്പു? ആ ഒരു ചൂട് ചായ കൊണ്ട് ചാരായോ? വേണ്ട സാറേ, ചാരായം സാറിന്റെ ശരീരക്കൂറിന് അത്ര പറ്റിയല്ല. അല്ലെങ്കിൽ എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചു തരാനും പോകുന്നില്ല. കേട്ടില്ലേ ഒരു ശുനകന്റെ സംഗീതം? പിന്നെ ഞാൻ എങ്ങനെ കവിത എഴുതും? അതെന്താ സാറേ, പഞ്ചേന്ദ്രിയങ്ങളും കേന്ദ്രീകരിച്ച് നീറിയാണ് ഞാൻ കവിത എഴുതാറ്. സാറേ, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കാം, സാറെന്താ കോൺട്രാക്ട് എടുത്തുണ്ടോ ഇത്ര മാസം കൊണ്ട് ഇത്ര കവിത എഴുതി കൊടുക്കാമെന്ന്? സാറേ, ഈ നീറി കവിത എഴുതുന്നതിന് ഭേദം എഴുതാതിരിക്കല്ലേ? പാടില്ല. എഴുതാൻ വേണ്ടി ജനിക്കപ്പെട്ടവനാണ് ഞാൻ. യെറുസലേമിൽ യേശുക്രിസ്തു നിന്നവർക്കും പീഡിതർക്കും വേണ്ടി ജനിച്ചപ്പോൾ ഇവിടെ ഇതാ ഒരു ദിനകരൻ കവിത ആസ്വാദകർക്ക് വേണ്ടി ജനിച്ചു. സ്ഥലം തെറ്റിപ്പോയി. അവിടെയാണ് ദൈവം. ഞാൻ ജനിക്കേണ്ടിടത്ത് നീ ജനിച്ചു. സാറൊരു കാര്യം ചെയ്യും, ഇവിടെ ഇരുന്നിട്ട് വെളുപ്പാൻ കാലാകുമ്പോഴേക്ക് എങ്ങനെ കവിത എഴുതി തീർക്ക്. അതിന് മണ്ണിന്റെ മണം വേണം അപ്പൂ. ഇത് കഴിഞ്ഞ ജന്മത്തിൽ പെരിച്ചാഴി ആയിരിക്കും. എന്താ പറഞ്ഞത്? ഇതിന് ഞാൻ പോയിട്ടൊരു പരിഹാരം ഉണ്ടാക്കി വരാം. മണ്ണിന്റെ മണത്തിലെ ശരി, ഞാൻ പോയി തരാം. യക്ഷന്റെ കക്ഷി തൻ യക്ഷന്റെ കക്ഷി യക്ഷന്റെ കക്ഷിയൻ യക്ഷനും യക്ഷിയും യക്ഷിതൻ കക്ഷിയും കക്ഷിതൻ കുക്ഷിയും. എന്താണ് മണ്ണ്? എന്തിന്? സാറിന് കവിത എഴുതാൻ മണം വേണ്ടേ? എന്തിന്റെ? മണ്ണിന്റെ. ആജ്ഞൻ, നീപുണൻ, ചാണക്യൻ. താങ്ക് യു. ഗുഡ് നൈറ്റ് സാർ. സാറേ, നിർത്തണം സാറേ, നിർത്തണം. പാടരുത്. പാടി അവന്മാർ കേൾക്കും, അവന്മാർ വരും. വരുമോ? എന്നാ വരട്ടെ. എന്റെ പൊന്നു സാറേ, ഞാൻ പറയുന്നത് സത്യമാണ്. ഞാനിവിടെ ജോലിക്ക് വരുമ്പോൾ ഞാനൊരു ഒന്നാന്തരം പാട്ട് തന്നെ ആയിരുന്നു. എന്റെ നാട്ടിൽ എന്താ വിളിക്കാനറിയോ? നാടൻ ടാപ്പി ഞാൻ അത്ര നന്നായിട്ട് പാടിയിരുന്നു. ഒരു ദിവസം ഒരു സന്ധ്യ കഴിഞ്ഞ് കാണും, ഞാൻ എന്റെ ഉമ്മർത്തിരുന്നിട്ട് ഒരു പാട്ട് പാടും, ഒരു ഷോ കാണും. ഞാൻ സാധാരണ പാടുമ്പോൾ ഇങ്ങനെ കണ്ണടച്ചിട്ട് പാടുക. ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ എന്റെ ചുറ്റും അവന്മാരിൽ നിന്നിട്ട് ഇങ്ങനെ നൃത്തം ചെയ്യുക, ഒരു ഗ്രൂപ്പ് ഡാൻസ്. അവിടുന്ന് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു പുക ഇങ്ങനെ വന്നു, ഇങ്ങനെ മൂടി. പെട്ടെന്ന് അവർ മൺമറിഞ്ഞു പോയി. സത്യം സാറേ, ഞാനും കുറെ കാലമായി അവരെ ഒന്ന് കാണണമെന്ന് വിചാരിക്കുന്നു. വരുമെന്ന് നോക്കട്ടെ. തെളിച്ച വഴിക്ക് നടന്നില്ല, നടന്ന വഴിക്ക് അങ്ങോട്ട് തെളിക്കുക. എനിക്കെന്താ? എനിക്കൊരു വിരോധമില്ല. പാടിക്കോളൂ.